ഹായ് ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷൻ 5.4 ആർക്ക് ലെങ്ത് ഓഫ് ആൻ ആർക്ക് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ പ്ലെയിൻ കർവ് എന്നൊക്കെ നമ്മൾ പല പേരിലും ഈ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ പരിചയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കാം, a function is said to be smooth. അപ്പോൾ നമ്മൾ സ്മൂത്ത് കർവുകളുടെ ലെങ്ത് ആണ് പലപ്പോഴും കണ്ടുപിടിക്കാൻ പോകുന്നത്. A function is said to be smooth if it has a continuous first derivative. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ എന്ത് വിളിക്കും? സ്മൂത്ത് ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, വാട്ട് ഈസ് എ സ്മൂത്ത് ഫംഗ്ഷൻ? If a function is said to be smooth if it is first derivative is continuous. അത്രയും ബുദ്ധിമുട്ടാൽ മതി. അങ്ങനെ സ്മൂത്തായിട്ടുള്ളൊരു ഫംഗ്ഷൻ്റെ കർവിനെ അല്ലെങ്കിൽ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ സ്മൂത്ത് കർവ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ വിത്ത് കണ്ടിന്യൂസ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. സ്മൂത്ത് ഫംഗ്ഷൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. നോക്കാം, ഡെഫിനിഷൻ. Here we have the definition. If f is smooth on closed interval ab and if f is smooth on closed interval ab, the length of the curve y equal to f of x from a to b. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നമുക്കൊരു എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു സ്മൂത്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ്, അതായത് ഇങ്ങനെ ഒടിവും വളവൊന്നും, അതായത് ഒടിവില്ലാത്ത. സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ദ വേർഡ് ഇൻഡിക്കേറ്റ്സ് ദിസ് ഈസ് എ സ്മൂത്ത് ഫംഗ്ഷൻ ബട്ട് ദിസ് ഈസ് നോട്ട് സ്മൂത്ത്. അപ്പോൾ സ്മൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള പോർഷൻ ഇല്ലാത്ത ഫംഗ്ഷനുകളുടെ ഗ്രാഫുകളെയാണ് നമ്മൾ സ്മൂത്ത് കർവുകൾ എന്ന് വിളിക്കാറ്. അപ്പോൾ എഫ് സ്മൂത്ത് ആണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? എൽ ഈക്വൽ ടു എ ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് മൊത്തത്തിലാണ് ഉപയോഗിക്കുന്നത്, റൂട്ട് ഓഫ് 1 + dy by dx സ്ക്വയർ dx. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 + f ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. അതായത് എഫിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാം. പലപ്പോഴും നമ്മൾ കുട്ടികൾ തെറ്റിച്ച് ചെയ്യണ കാണാറുള്ളത് റൂട്ട് ഓഫ് 1 + f ഡാഷ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതും. എന്നിട്ട് ഈ റൂട്ടും സ്ക്വയറും അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളയും. അത് ചെയ്യരുത്. റൂട്ട് ഓഫ് 1 + f ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിൽ തന്നിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. സപ്പോസ് ഇത് നമുക്ക് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ, ഈ ഫസ്റ്റ് റിമാർക്ക് അതാണ് പറയുന്നത്. എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന ഫോമിലാണെങ്കിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തും. എന്താ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് പോലെ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് വിത്ത് റെസ്പെക്ട് ടു ആരെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? യെസ്, വിത്ത് റെസ്പെക്ട് ടു y നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡി എക്സ് ബൈ ഡി വൈ. അങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കുക, അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഫോമിലാണെങ്കിൽ ഡി വൈ എന്നാണ് ഈ സാധനം എടുക്കുക, മറ്റെടുത്തത് ഡി എക്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ സ്മൂത്ത് കർവ് എഫ് എന്ന് പറയുന്നത് സ്മൂത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കർവ് എന്ന് നമ്മൾ പറയുന്നത് എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് 1 + dy by dx സ്ക്വയർ dx അല്ലെങ്കിൽ f ഡാഷ് ഓഫ് എക്സ് സ്ക്വയർ dx. അതേസമയം എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഫ്രം സി ടു ഡി ആണെങ്കിൽ എൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി ടു ഡി റൂട്ട് ഓഫ് 1 + dx by dy സ്ക്വയർ dy എന്നെടുക്കുക, അല്ലെങ്കിൽ ജി ഡാഷ് ഓഫ് വൈ സ്ക്വയർ എന്നെടുക്കുക. ഇത് നമ്മുടെ കൺവീനിയൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എസ് എന്ന ഫോം, ഈ ഒരു ആർക്ക് ലെങ്ത്തിന് ഒരു ഫോമും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ കേസായിട്ട് തന്നെ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈ ഫോർമുല, ദിസ് form 1. Okay, yes.
അപ്പോൾ നോക്കുക, നമ്മൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. നമുക്കതൊന്നും സത്യത്തിൽ ആവശ്യമില്ല. നമ്മുടെ ഈ രണ്ട് ഇക്വേഷനും, അതായത് ഈ ആദ്യത്തെ ഈ ഒരു ഇക്വേഷനും ഈ രണ്ടാമത്തെ ഇക്വേഷനും നമുക്ക് ഈ ഒരു കോമൺ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. അതായത് ദ ഡിഫറൻഷ്യൽ ഇവിടെയാണ് വായിക്കുന്നത്. We can shorten the above formula still further. Think dx and dy as two sides of a small rectangle whose hypotenuse is ds. അപ്പോൾ നമുക്കറിയാം ഒരു അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത്, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടിയും അത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഒരു റെക്റ്റാങ്കിൾ ഇതാണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഈ ഒരു വശം ഡി എക്സും മറ്റേ വശം ഡി വൈയും, ഇപ്പോൾ ഒരു വശം ഡി എക്സും മറ്റേ വശം ഡി വൈയും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ടൻസ് വരയ്ക്കുകയാണെങ്കിൽ ഹൈപ്പോട്ടൻസിൻ്റെ ലെങ്ത് എന്തായിരിക്കും വരിക? ഇതിൻ്റെ സ്ക്വയർ പ്ലസ്, അതായത് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ ഹോൾ റേസ് ടു 1/2, അതിൽ റൂട്ട് ഓഫ് പൈത്തഗോറസ് തിയറം ആണ്. എന്ന് വെച്ചാൽ ഇത് രണ്ടും സൈഡ്സായിട്ട് വരുന്നൊരു സ്ക്വയർ റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ ഫോർമുലയാണ് ഡി എസ്. അപ്പോൾ ഇൻറ്റഗ്രലോ, അപ്പോൾ എൽ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി റൂട്ട് ഓഫ് ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി വൈ സ്ക്വയർ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി ഡി എസ്. ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഈ സെക്ഷൻ്റെ അവസാനം പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം ലെങ്ത്തിന് 3 ഫോർമുല. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന ഫോമിലാണെങ്കിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ജി ഓഫ് വൈ ഈക്വൽ ടു എക്സ് എന്ന ഫോമിലാണെങ്കിൽ എന്താണ്, പിന്നെ വിത്ത് റെസ്പെക്ട് ടു ഡി എസ്, അതായത് ഡയാമീറ്ററിൻ്റെ കണക്കിൽ തന്നു കഴിഞ്ഞാൽ. ഓക്കെ, സോറി ഡയമീറ്റർ അല്ല, ഡയഗണൽ. അപ്പോൾ പ്രോബ്ലം 1, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് ദ സെമി ക്യൂബിക്കൽ പരാബോള വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എക്സ്റ്റെൻഡിങ് ഫ്രം ദി ഒറിജിൻ ടു ദ പോയിൻറ്റ് 1, 1. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം? നമ്മൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കണം. ഇത് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഫോമിൽ എഴുതണോ, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോമിൽ എഴുതണോ? അതൊരു കാര്യം. അത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ തുടങ്ങാൻ. ഇനി ഇത് എവിടെ നിന്നിട്ട് എവിടം വരെ, ഒറിജിൻ മുതൽ പോയിൻറ്റ് 1, 1 വരെയാണ് എക്സ്റ്റെൻഡ്. അതായത് എക്സ് വേരീസ് ഫ്രം 0 to 1, വൈ വേരീസ് ഫ്രം 0 to 1. അപ്പോൾ എക്സിലും വൈയിലും എടുത്താലും നോ പ്രോബ്ലം. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്ക് വൈ ഈക്വൽ ടു എന്ന ഫോമിൽ എടുക്കാം. അതായത് അങ്ങനെ ചെയ്യാവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇവർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ വൈ ഈക്വൽ ടു എന്ന് ചെയ്ത് നോക്കൂ, നമുക്ക് എന്താ കിട്ടുന്നതെന്ന് നോക്കാം, എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തു, അത്രയും ടൈം ലോസ് ആവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. വൈ ഈക്വൽ ടു, അതായത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നാണല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് റേസ് ടു 3/2 എന്ന് കിട്ടും. വൈ ഈക്വൽ ടു എക്സ് റേസ് ടു 3/2. അവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 3/2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2. ഇനി ഡി വൈ ബൈ ഡി എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ 9/4 എക്സ് എന്ന് കിട്ടും. ഇത് ഇതിൻ്റെ മാത്രം സ്ക്വയർ 9/4. ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സ്ക്വയർ റൂട്ട് പോകും, അത് എക്സ് ആയി മാറും. അപ്പോൾ 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 9/4 എക്സ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 പ്ലസ് 9x ഹോൾ ഡിവൈഡഡ് ബൈ 4. ദോർഫോർ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ, വൈ ഡാഷ് ആണ്. 1 സെക്കൻഡ്, ദിസ് ഈസ് വൈ ഡാഷ് സ്ക്വയർ. അപ്പോൾ വൈ ഡാഷ് സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 പ്ലസ് 9x ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇതും റൂട്ടിനകത്താണ്. റൂട്ടിനകത്തുനിന്ന് 4 പുറത്തേക്ക് വരുമ്പോൾ 1/2. 1/4 ആണ് 1/2 റൂട്ട് ഓഫ് 4 പ്ലസ് 9x. ഇതേ കാര്യം തന്നെയാണ് ഇപ്പുറത്ത് അവർ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കാര്യങ്ങൾ മാറ്റുക. എങ്ങനെയാണെങ്കിലും അവരും എവിടേക്ക് എത്തി, നമ്മുടെ റൂട്ട് ഓഫ് 4 പ്ലസ് 9x ഡി എക്സിലേക്ക്, ഈ സ്റ്റെപ്പിലേക്ക് എത്തി. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് ഫോളോ ചെയ്തോളാം. ഓക്കെ, ഇനി നമുക്ക് പിന്നെ അങ്ങനെയുള്ള സ്റ്റെപ്പ് രണ്ടിലും ഒരുപോലെയാണ്. കാരണം നമ്മളിനി ഇവിടെ എന്ത് ചെയ്യുന്നു, 4 പ്ലസ് 9xന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് എന്തായിരിക്കും, ഡി എക്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് എന്താ വരിക, 4 പ്ലസ് 9x ഈക്വൽ ടു യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് ഈക്വൽ ടു 9
ഡി എക്സ് ഈക്വൽ ടു ഡി യു എന്നാണ് കിട്ടുക. അങ്ങനെയാണ് ഡി എക്സ് ഈക്വൽ ടു 1/9 ഡി യു എന്നവർ എഴുതിയിരിക്കുന്നത്. ഇനി വെൻ എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 4 + 9 × 0 ദാറ്റ് ഈസ് യു ഈക്വൽ ടു 4. വെൻ എക്സ് ഈക്വൽ ടു 1 യു ഈക്വൽ ടു 9 + 4 ദാറ്റ് ഈസ് 13. അപ്പോൾ ലെങ്ത് ഓഫ് ദ കർവ് എൽ ഈക്വൽ ടു 1/2 ഇൻ്റഗ്രൽ 0 to 1 √4 + 9x dx നമുക്ക് എങ്ങനെ എഴുതാം? 1/2 കോൺസ്റ്റൻ്റ് അവിടെ തന്നെ കിടക്കും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാറ്റാൻ മറക്കരുത്. ഇൻ്റഗ്രൽ 4 to 13 √u 1/9 du. ആ 1/9 കൂടെ പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താ കിട്ടുക? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 1/2 × 1/9 1/18 into integral √u du from 4 to 13. എന്നിട്ട് വേണമെങ്കിൽ √u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്, u⁻²1/2 ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u⁻²1/2 + 1 / 1/2 + 1. അങ്ങനെയാണ് u⁻³ / 3/2 ഫ്രം 4 to 13. അപ്പോൾ ആദ്യം 13 ആ 3/2 എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിനെയും കൂടി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായി? 2/, ഇവിടെ നമ്മൾ ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്കൊന്നും കൂടി വലുതാക്കി എഴുതാം. എന്താ വരിക? 2 / 3 × 18 u⁻³ ഫ്രം 4 to 13. നമ്മളിവിടെ ഒരു 2ഉം ഇതും കട്ട് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കട്ട് ചെയ്ത് 9 വരും. അങ്ങനെയാണ് 1/18 ഇൻറ്റു എന്നും പറഞ്ഞാൽ 18 അല്ല 1/27 എന്നുള്ള ഫോം അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് അത്രയും എഴുതിയാൽ മതി. വേണമെങ്കിൽ കാൽക്കുലേറ്ററിലോട്ട് വാല്യൂസ് അടുത്ത സ്റ്റെപ്പും കൂടെ കണ്ടുപിടിച്ച് വയ്ക്കാം, നിർബന്ധമില്ല. ഇവിടെ വരെ ചെയ്താലും ഇറ്റ്സ് ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find the length of the curve y equal to ln of sec x between x equal to 0 and x equal to π/3. അപ്പോൾ ഇവിടെ dy/dx കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഫങ്ഷൻ ഓഫ് എ ഫങ്ഷൻ രൂപത്തിലാണ്. അപ്പോൾ 1/sec x × sec x tan x, ഓരോ sec x വീതം കട്ട് ചെയ്ത് കളയും, tan x എന്ന് കിട്ടി. അപ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റേഞ്ചൊക്കെ കൊടുത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ യുവർ സെൽസ്. എന്തെങ്കിലും മനസ്സിലാവായിരിക്കുക കിട്ടാതെ വരെ ചെയ്യുകയാണെങ്കിൽ ചോദിക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫോളോയിങ് കർവ് എക്സ് ഈക്വൽ ടു 1/3y³ + 1/4y. അപ്പോൾ ഇത് എക്സ് ഈക്വൽ ടു g(y) ഫോമിലാണ്. ഫ്രം y ഈക്വൽ ടു 1 to y ഈക്വൽ ടു 3. അപ്പോൾ നമ്മളിവിടെ വിത്ത് റെസ്പെക്ട് ടു y വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. അതായത് ഇത്ര നേരം നമ്മൾ dy/dx കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ എന്ത് വേണം? dx/dy കണ്ടുപിടിക്കുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും എന്ത് വരും? 1/3 × 3y². അപ്പോൾ ഒരു 3 വീതം കട്ട് ചെയ്ത് പോകും, y² പ്ലസ് 1/4 കോൺസ്റ്റൻ്റ് ആണ്, അതാണ് നിർത്തുക. 1/y ഡെറിവേറ്റീവ് എന്താ? -1/y². അപ്പോൾ y² - 1/4y² എന്ന് കിട്ടും. നമ്മൾ 1 ആഡ് ചെയ്യുക. അപ്പോൾ 1 + dx/dy² എന്താ കിട്ടുക? 1 + y² - 1/4y² വേണമെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ വരിക? നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് മാത്രം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ y² - 1/4y² ഈക്വൽ ടു y⁴ പ്ലസ് 1/16y⁴ മൈനസ് 2 × y² × 1/4y². അപ്പോൾ ഓരോ y² വീതവും ന്യൂമറേറ്ററിലെ 2ഉം ഡിനോമിനേറ്ററിലെ 4ഉം കഴിയുമ്പോൾ നമുക്ക് എന്ത് മിച്ചം കിട്ടും? y⁴ പ്ലസ് 1/16y⁴ പ്ലസ് -1/2. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്തും കൂടി ആഡ് ചെയ്യാൻ പോകുന്നത്? അപ്പുറത്ത് കിടക്കുന്ന +1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത് എന്തായി മാറും? +1/2 ആയി മാറും. അങ്ങനെ അത് y² + 1/4y² ആ ഫോമാണ്. അപ്പോൾ ഇവിടെ ഇനി അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ y² + 1/4y² എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം y ഈക്വൽ ടു 1 to 3. Therefore L ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 3
റൂട്ട് ഓഫ് 1 പ്ലസ് ഡി എക്സ് ബൈ ഡി വൈ സ്ക്വയർ ഡി വൈ. അപ്പോൾ ശരിക്കും ഇത് ആ സ്ക്വയർ എടുത്ത് വയ്ക്കുന്ന ആ ഒരു റൂട്ട് എടുത്ത് വയ്ക്കുന്ന ഭാഗം വരെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ വാല്യൂ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ സ്ക്വയർ പ്ലസ് 1/4 വൈ സ്ക്വയർ. വേണമെങ്കിൽ നിങ്ങൾക്കിതിനെ പാർട്ടുകളാക്കി 2 പാർട്ടാക്കി, അതായത് ഇൻ്റഗ്രൽ 1 to 3 വൈ സ്ക്വയർ ഡി വൈ പ്ലസ് ഇൻ്റഗ്രൽ 1 to 3 1/4 വൈ സ്ക്വയർ ഡി വൈ എന്നെടുത്ത് എഴുതാം. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. എങ്ങനെ ചെയ്താലും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ y³ 3 - 1/4 ഫ്രം 1 to 3. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കുക. ഓരോ ലിമിറ്റിൽ അപ്പർ ലിമിറ്റിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക, ലോവർ ലിമിറ്റിലുള്ള വാല്യൂ കണ്ടുപിടിക്കുക, അവരുടെ ഡിഫറൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ്. നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിരിക്കുന്നു. y = x/2 whole raised to 2/3 ഫ്രം x = 0 to 2. അപ്പോൾ നമ്മളിവിടെ ആദ്യം സാധാരണ ചെയ്യുന്ന പോലെ dy/dx കണ്ടുപിടിക്കാം. അതിനുശേഷം അല്ലെങ്കിൽ നമ്മളിവിടെ റേഞ്ച് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലേ. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നോക്കൂ, 1/3 ഇൻറ്റു 2/x raised to 1/3 x ഫ്രം 0 to 2. അപ്പോൾ x = 0 ആവുമ്പോൾ ഇത് ആക്ച്വലി ഡിഫൈൻഡ് അല്ല. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് 0 മുതൽ 2 വരെയുള്ള ആ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല വിത്ത് റെസ്പെക്റ്റ് ടു x ആണ് ചെയ്യുന്നതെങ്കിൽ. അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്റ്റ് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ വൈയുടെ റേഞ്ചിലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് ഇനി നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ y = എന്ന ഫോമിലേക്ക് മാറ്റാം. x = എന്ന ഫോമിലേക്ക് മാറ്റി. ഇപ്പോൾ y = ഫോമുല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം രണ്ട് സൈഡിലും 3/2ൻ്റെ പവർ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മൾ അതായത് വി ഹാവ് y = x/2 raised to 2/3. രണ്ട് സൈഡിലും 3/2 പവർ എടുക്കുമ്പോൾ എന്തുണ്ടാവുക? which implies y raised to 3/2 = x/2 raised to 2/3 into 3/2. അപ്പോൾ ഇവർ തമ്മിൽ ക്യാൻസലായി പോയിക്കോളും. അപ്പോൾ which is equal to x/2. അങ്ങനെയാണെങ്കിൽ x = എന്തെന്ന് എഴുതാം? 2 into y raised to 3/2. അങ്ങനെയാണ് നമുക്ക് അവിടെ ഈ ഒരു സ്റ്റെപ്പ് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് x = 2 into y raised to 3/2. അപ്പോൾ ഇനി dx/dy കണ്ടുപിടിക്കാം. 3 into y raised to 1/2 റൂട്ട് y ആണ്. ഇനി x = ഇനി ഫംഗ്ഷനിലേക്ക് പോവാം. x = 0 ആണെങ്കിൽ y = 0 ആയിരിക്കും. x = 2 ആണെങ്കിലോ y = 1 ആയിരിക്കും. കാരണം x = 2 കൊടുത്തു കഴിഞ്ഞാൽ 2/2 raised to 2/3 1 raised to 2/3 that is 1. അപ്പോൾ നമ്മുടെ ഇവിടെ ശരിക്കും അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന് നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? y = എന്നും പറഞ്ഞ് തന്നിട്ടാണ്. പക്ഷേ ഇത് ആക്ച്വലി എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ? x = എന്ന ഫോമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ എൻകൗണ്ടർ ചെയ്യുമ്പോൾ we should be aware of whether the first derivative, that is dy/dx, is continuous at its endpoints or in between. In betweenലും ഡിസ്കണ്ടിന്യൂറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയെടുക്കേണ്ടി വരും. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നൗ അപ്പോൾ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾ ആ 1 + 9y u കൊടുക്കുക. 1 + 9y u കൊടുത്ത് ബാക്കി നമുക്ക് ആവശ്യമുള്ള ടേംസിലേക്ക് എല്ലാം മാറ്റിയെടുക്കുക. എന്നിട്ട് അതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 1 + 9y u കൊടുത്ത് എന്താ കിട്ടുക? 1 + 9y = u. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മളിത് ചെയ്ത പോലെ dy = നേരത്തെ dx = 1/9 du ആയിരുന്നു. ഇവിടെ dy = 1/9 du. അതേപോലെ തന്നെ y = 0 കൊടുത്താൽ u = 1, y = 1 കൊടുത്താൽ u = 10. നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇവിടെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ചിത്രങ്ങളൊന്നും അവൈലബിൾ അല്ല. പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ ട്രിക്കി ആയിട്ട് ചെയ്യാവുന്ന, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാലും പോരാ,
നമുക്ക് എന്താ ഒരു 3 കൊല്ലം പരീക്ഷ അടുപ്പിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു കൊല്ലമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആവർത്തിക്കാതിരിക്കില്ല. സോ നിങ്ങൾക്കത് ഊഹിക്കാമെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻസ് എന്താ. നിങ്ങൾക്ക് ചോദിക്കുമെന്ന് ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷെ പ്രയോറിറ്റി കൂടുതലുള്ള ക്വസ്റ്റ്യനാണ്, ഒരു ക്ലാസിക് ക്വസ്റ്റ്യനുമാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ആസ്ട്രോയിഡ് x⁻² + y⁻² = 1. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആസ്ട്രോയിഡ് എന്ന് പറഞ്ഞത് നമുക്ക് ആ ഒരു ഷേപ്പൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഒരു സ്റ്റാറൊക്കെ പോലെയുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ, 4 ക്വാഡ്രൻറ്റിലും ഈ ഫംഗ്ഷൻ ഈ ഒരു ഗ്രാഫ് കിടപ്പുണ്ട്. 4 ക്വാഡ്രൻറ്റിലും ഇതിൻ്റെ വലിപ്പവും ഷേപ്പും എല്ലാം സെയിം ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ളത് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. സിമ്മെട്രിക് ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്വാഡ്രൻറ്റിലുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 4 ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. സിമിലർലി ഇതേപോലെ നമുക്ക് ആദ്യത്തെ 1 2 ക്വാഡ്രൻറ്റിൽ അല്ലെങ്കിൽ 1 3 ക്വാഡ്രൻറ്റിലൊക്കെ സിമ്മെട്രിക് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ ഒറ്റൊരു ക്വാഡ്രൻറ്റിലുള്ള വാല്യൂ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇത് അതിൻ്റെ ഒരു അനലറ്റിക് ഭാഗമാണ് അവർ പറയുന്നത്. സിൻസ് റീപ്ലേസിങ് x/-x ഓർ y/-y does not alter the equation x² or y² y⁻² = 1. അതായത് x = -x കൊടുത്ത് എക്സിന് പകരം -x കൊടുത്താലും സ്ക്വയറിങ് ഫംഗ്ഷനാണ്, വൈക്ക് പകരം -5 കൊടുത്താലും സ്ക്വയറിങ് ഫംഗ്ഷനാണ്. ഇനി x = 0 കൊടുത്തു കഴിഞ്ഞാൽ y വാല്യൂ എവിടെ വരെ വരും? -1 +1. y = 0 ആണെങ്കിൽ x വാല്യൂ -1 +1. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഫുള്ള് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം വിത്ത് റെസ്പെക്റ്റ് ടു ഇപ്പോൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷനൊക്കെ നിങ്ങൾക്ക് ശീലമുള്ളതായിരിക്കും. അതായത് ചുമ്മാ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? d/dx of x⁻² + d/dx of y⁻² = 1 എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ 2/3 × x⁻² - 1 + 2/3 × y⁻² - 1 × dy/dx = 0. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേംസൊക്കെ നമ്മൾ എഴുതി അവിടുന്ന് dy/dx = എന്ന ഫോമിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് 1 + dy/dx എന്താണ്? 1 + dy/dxൻ്റെ സ്ക്വയർ എന്താ വരിക? 1 + -y⁻³ / x⁻³ (²). നമ്മൾ ആ സ്ക്വയർ ശരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. അതായത് y⁻²/3, അതായത് ഇത് മൈനസ് സൈൻ പോവും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഈ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. മൈനസ് ദാറ്റ് ഈസ് 1 + -y⁻⁴ / x⁻³ എന്ന് വെച്ചാൽ 1 + y⁻² / x⁻² ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? x⁻² + y⁻² x⁻² എന്ന് കിട്ടും. അതാണ് നമ്മുടെ ആ ഒറ്റൊരു സ്റ്റെപ്പിലേക്ക് അവരെത്തിയിരിക്കുന്നത്. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യാം? x⁻² + y⁻² എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ 1/x⁻² എന്ന് കിട്ടി. അത് നമ്മളിവിടെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇൻറ്റഗ്രൽ, അപ്പോൾ ഇവിടെയും ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ വാല്യൂ, അപ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ L1 എന്ന് വിളിക്കാം. L1 = (0 to 1 √1 + dy/dx² dx. അപ്പോൾ (0 to 1 √1 + അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് 1 + x⁻² dx എന്ന് കിട്ടും. ഇവിടെ നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ റൂട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഇവിടെ റൂട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ വരിക? 1 / (x⁻²3) എന്ന് വെച്ചാൽ
1 divided by x raised to 2/3 into 1/2 എന്നാണത്. നോക്കട്ടെ, ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ എഴുതാൻ പറ്റുമോ? 2/3 into 1/2 പറ്റുന്നില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാട്ടെ. ഇവിടെ എന്ന് പറയുന്നത് 1/x raised to 2/3 into 1/2. ആ 2 2 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 1/x raised to 1/3 ദാറ്റ് ഈസ് x raised to -1/3. നോർമൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ആർക്കിൻ്റെ ലെങ്ത്ത് മാത്രമാണ്. അത് നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കിട്ടിയത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ആർക്ക് ലെങ്ത്ത് മാത്രമാണ്. കംപ്ലീറ്റ് ആർക്ക് ലെങ്ത്ത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ ഒരു ഇതിലുള്ള യൂണിറ്റ് 3/2 ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി എൻറ്റയർ ആസ്ട്രോയിഡ് എന്ന് പറയുന്നത് 6 ആണ്. പലരും തെറ്റിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചാലും ഇൻറ്റേർണലിന് ചോദിച്ചാലും ഒക്കെ തെറ്റിക്കുന്നൊരു പാർട്ടാണ്. ഈ 3/2 വരെ എല്ലാവരും ചെയ്യും. ഇൻറ്റു 4 ചെയ്യണം എന്നുള്ളത് തിരക്കിലോ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ വിട്ടുപോകും. സോ അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ആസ്ട്രോയിഡിൻ്റെ പ്രോബ്ലത്തിൽ അവസാനം 6 ആണ് ഉത്തരം വരുന്നതെന്ന് ഓർക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് 3/2 കിട്ടുമ്പോൾ നിങ്ങൾ ഓർക്കും എന്തുകൊണ്ട് 6 വന്നില്ല, 6 വന്നില്ല. അപ്പോഴാണ് നമ്മൾ ഓർക്കുക ചിലപ്പോൾ 4 into 4 ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വരിക. ഓക്കെ, മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്പെഷ്യൽ കേസ് കൺസിഡർ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. സപ്പോസ് ദാറ്റ് C is a graph of a smooth function f defined by y equal to f of x on the closed and bounded interval, actually closed interval AB. If x is a point in closed interval AB, then the arc length s of x, arc lengthൻ്റെ ഫംഗ്ഷൻ നമ്മൾ s of x എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. s of x from a f of a to x f of x. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാക്റ്റ് എ മുതൽ ബി വരെയുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇൻ ബിറ്റ്വീനിൽ ഒരു പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. എസ് ഓഫ് എക്സ് ഈക്വൽ ടു എ ടു എക്സ് റൂട്ട് ഓഫ് 1 + f' സ്ക്വയർ ഡി ടി. ഇൻഫാക്ട് നമ്മുടെ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിലും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ മാറ്റിയെന്ന് മാത്രം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഒരു ഡെഫിനിഷൻ ഉണ്ട്. വി ഹാവ് another definition. Let f be a smooth ആണ്. Let f be a smooth function on closed interval AB. The arc length function s for the graph f on the graph f is the function on closed interval AB defined by arc length function. Define ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ arc length function is denoted by s of x and it is defined as s of x equal to integral a to b x root of 1 + f' square dt. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷനിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇതിനില്ല. എന്ത് മാത്രമേ ഉള്ളൂ, നേരത്തെ L ഫിക്സ് ചെയ്തിട്ട് നമ്മൾ A തൊട്ട് B വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തെങ്കിൽ നമ്മൾ A ഡിയും B ഡിയും ഇടയിൽ ഒരു ആർബിട്രറി പോയിൻ്റ് x, ഒരു വേരിയബിൾ x എടുത്തു. ആ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ A മുതൽ x വരെയുള്ള ആ ഒരു ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനായിട്ട് s of x ഈക്വൽ ടു ഇൻ്റഗ്രൽ a to x root of 1 + f' സ്ക്വയർ ഡി ടി. അപ്പോൾ അതേപോലെ തന്നെ ദ ക്വാണ്ടിറ്റി ഡി എസ്. അപ്പോൾ ഡി എസ് എന്താണ് വരിക? ഡി എസ് ഈക്വൽ ടു s' of x dx ഈസ് ദി ഡിഫറൻഷ്യൽ ഓഫ് ദി ആർക്ക് ലെങ്ത്. We can express arc length differential as follows. അപ്പോൾ നമുക്ക് എന്താണ് ഡിഫറൻഷ്യൽ ഓഫ് ആർക്ക് ലെങ്ത് എന്നൊരു ക്വസ്റ്റ്യനൊക്കെ വരാമെന്ന് വിചാരിക്കാം. ആർക്ക് ലെങ്ത്തിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്? ഈ കാണുന്ന സാധനം, ദ ക്വാണ്ടിറ്റി ഡി എസ് ഈക്വൽ ടു s' of x dx. s' എന്താണ്? എസ് എന്താണ്? ഇൻ്റഗ്രൽ a to x root of 1 + f' സ്ക്വയർ ഡി ടി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ ഡിഫറൻഷ്യലാണ് ഡി എസ്.
അപ്പോൾ ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ഡിഫറൻഷ്യൽ ടു ഒബ്റ്റെയിൻ ആൻ അപ്രോക്സിമേഷൻ ഓഫ് ദി ആർക്ക് ലെങ്ത് ഓഫ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു 2x² പ്ലസ് എക്സ് ഫ്രം പി ടു ക്യൂ. അപ്പം നമ്മളിവിടെ ആദ്യം ഡി എസ് കണ്ടുപിടിക്കണം. ഡി എസിൻ്റെ ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് ഡി എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 4x പ്ലസ് 1. അപ്പോൾ 4x പ്ലസ് 1 സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി എസിൻ്റെ ആ ഒരു വാല്യൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു 0.1. നമ്മൾ പി എന്ന് പറഞ്ഞാൽ x1 എന്നും പിയിലെ എക്സ് കോർഡിനേറ്റിനെ x1 എന്നും ക്യൂവിലെ എക്സ് കോർഡിനേറ്റിനെ 1.1 എന്നും എടുത്താൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഡി എക്സ് അല്ലേ? ഡിഫറൻസ്, ആ ഡിഫറൻസ് എത്രയാണ്? 0.1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്നും ഡി എക്സ് ഈക്വൽ ടു 0.1 എന്നും എടുത്തു കഴിഞ്ഞാൽ റിക്വയർഡ് അപ്രോക്സിമേഷൻ എന്താ? ഡി എസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ആക്ച്വലി ഡി എക്സ് ഈസ് ഈക്വൽ ടു ദിസ് ആൻഡ് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 1 5 സ്ക്വയർ ഇൻറ്റു 0.1 ദാറ്റ് ഈസ് 0.1 ഇൻറ്റു റൂട്ട് 26 എന്ന് വെച്ചാൽ 0.51. അപ്പോൾ ഡി എസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.51. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഡി എക്സ് എങ്ങനെയാണ് കിട്ടിയത്? ഡി എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ് ആണ്. ഇവിടെ എക്സ് വാല്യൂ 1 നിന്ന് 1.1 ആണ് ആയത്. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 0.1. ദാറ്റ് ഈസ് എ സിമ്പിൾ ലോജിക്, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ഇത് പറയുന്നത് ഏരിയ ഓഫ് സർഫസ് ഓഫ് റെവല്യൂഷനാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ക്ലാസ് കേൾക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് അന്നന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതി വയ്ക്കുക. വീഡിയോസ് നിർബന്ധമായിട്ട് കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.